ഹലോ ഗായ്സ്, നമ്മൾ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. അപ്പം നമ്മൾ മറ്റേ ട്രെയിൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ ഇറങ്ങി നേരെ നടക്കുകയാണ്. അതാ നേരെ നമ്മളെ ഊട്ടി ട്രെയിൻ വന്നിക്കണേ. ഇതാട്ടോ ട്രെയിന്. ഞങ്ങൾ പോയപ്പം അവിടെ വലിയ വരിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ റിസർവേഷൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ ബോഗിയും തപ്പി നടക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ റിസർവേഷൻ എടുക്കാതെ വരരുത്. നമ്മൾ അത്രയും ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ റിസർവേഷൻ എടുക്കാതെ വന്നാൽ ഇവിടെ നിന്ന് കുറേ ലൈൻ നിൽക്കേണ്ടി വരും. പിന്നെ കിട്ടുമെന്നുള്ള ഉറപ്പുമില്ല. അതുകൊണ്ട് റിസർവേഷൻ എടുക്കാതെ വരാൻ പാടില്ല. ഞാനും കയറി എൻ്റെ സീറ്റ് തപ്പുകയാണ്. അങ്ങനെ ഞാൻ അപ്പുറത്താട്ടോ. മിമിയും എല്ലാവരും ഈ സൈഡിലും ഞാൻ ഇപ്പുറത്തെ സൈഡിലുമാണ്. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോയിരുന്ന് സെറ്റായി. ഇപ്പോഴൊന്നും ട്രെയിൻ എടുക്കില്ല, ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തുണ്ടല്ലോ ഡോറ്, അതിൽക്കൂടെ ഇതേപോലെ ഇറങ്ങി പോയി. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ ട്രെയിനിൻ്റെ ഇതാണെങ്കിൽ കുഞ്ഞു ബോഗിയാണല്ലോ. ഇതിന് ഒരു ജനറൽ ബോഗിയുള്ളൂ, പിന്നെ 2 സെക്കൻഡ് ക്ലാസ്സും ഒരു ഫസ്റ്റ് ക്ലാസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ മിനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതാണ് പഴയ കാലത്തെ ട്രെയിന്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിയൊക്കെ പറയുന്നത് അമ്മച്ചിൻ്റെ ചെറുപ്പത്തിലും നമ്മളിപ്പോൾ ഉള്ള അങ്ങനത്തെ ട്രെയിൻ തന്നെയായിരുന്നു. അമ്മച്ചി ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ പഴയ കാലത്തെ ഈ ട്രെയിനൊന്നും. അമ്മച്ചും ആദ്യമായിട്ട് കാണുകയാണല്ലോ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി. ട്രെയിൻ എടുക്കാനൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. അപ്പോഴും ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വേഗം അതിൽ കയറി. ട്രെയിൻ അതാ നീങ്ങി തുടങ്ങിയിരിക്കണേ. അപ്പുറത്തതാ എൻജിൻ നിർത്തിയിട്ട് കേട്ടോ. ഇത് ഡീസൽ എൻജിനാണ് കേട്ടോ. അപ്പുറത്ത് നമ്മളെ കൽക്കരി കത്തിച്ചോടുന്ന എൻജിനുണ്ട്. ഇതാണ് കേട്ടോ ആ എൻജിന്. ഇതിൻ്റെ നേരെ മുമ്പിലുള്ള എൻജിൻ കണ്ടിട്ട് അതിങ്ങനെ ഓടാത്ത എൻജിൻ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഫസ്റ്റ് പാലെത്തി. വരുന്ന സമയത്ത് പാലെണ്ണൽ എൻ്റെ ഫിനുവിൻ്റെ ഒരു പണിയായിരുന്നു. എണ്ണി അവസാനം മടുത്തപ്പം ഞങ്ങൾ ആ എണ്ണലൊക്കെ നിർത്തി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുറേ തോട്ടങ്ങളുണ്ട്. വാഴത്തോട്ടമുണ്ട്, കവുങ്ങ് തോട്ടമുണ്ട്, അങ്ങനെ കുറേ തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം കാട്ടിൽക്കൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാട്ടിലൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. അങ്ങനെ ഇത് നിർത്താനായിക്കണ്. അപ്പം ഇത് ഒരു സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പം മനസ്സിലായി ഇത് ഓരോ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നിർത്തി പോണതാണ് എന്ന്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ പോയിട്ട് ഇത് മറ്റേ സിഗ്നൽ കാട്ടുന്ന സാധനമാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പോഴും അപ്പുറത്ത് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുകയൊക്കെ പോണത് കണ്ടില്ലേ. ഞങ്ങൾ പിന്നെയും അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ട്രാക്കുമ്മേൽ ഇറങ്ങിയൊക്കെ എടുക്കാൻ പോയി. അതാ ഞാനും മിമ്മിയും റബിയും ഫീനും മിഷിയും എല്ലാവരും ട്രാക്കുമ്മ കയറിയിരുന്നു. എന്താ വെച്ചാൽ ഇതിൽ കൂടെ വേറെ ട്രെയിനൊന്നും വരാനില്ല. അതാണ് ആകെ നല്ല സുഖം. ഞങ്ങൾ പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ നിന്നില്ല, നേരെ അങ്ങോട്ട് പോയി. ഈ വെള്ളം കയറ്റണോടത്തൊക്കെ അതിൻ്റെ അടുത്ത് പോയിന്നപ്പോൾ എന്താ അറിയില്ല, ഒരു ചൂടൊക്കെ, വെറുതെ അല്ല പുക വരുന്നത്. ഞങ്ങൾ നേരെ അവിടുന്ന് വേഗം പോയി. എന്താ വെച്ചാൽ അവിടെ വിസിലടിച്ചിക്കണേ. പിന്നെ നമ്മളെ കൂട്ടാതെ ട്രെയിൻ പോവും. പിന്നെയും നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം കാട്ടിലെത്തി തുടങ്ങിയിരിക്കണ്. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മറിഞ്ഞു ഒടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. കുറേ പാലത്തുമ്മക്കൂടെയും പോയിക്കണ്. അപ്പം ഇതേപോലെ പോവാണ്. അപ്പുറത്തേക്ക് തിരിഞ്ഞാലാണ് ഇതിൻ്റെ ഫുൾ വൈബ്. എന്താണെന്ന് വെച്ചാൽ ഇത് പുക പോണതൊക്കെ നല്ല അടിപൊളിയിൽ കാണാം. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞായിപ്പോയില്ലേ. ഞങ്ങളൊരു ചെറിയ പാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ പോണിടയിൽ അടുത്ത ടണലും കഴിഞ്ഞ്. ഇതാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് ടണൽ. അങ്ങനെ വലിയ പാലത്തുമ്മക്കെത്തി. അടിയിൽ നോക്കുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ ഡ്രൈവർ നിർത്തി തരൂല. അതാണ് പ്രശ്നം.
അങ്ങനെ വീണ്ടും ഒരു ടണലുണ്ട് എന്നാണ് തോന്നുന്നത്. വലിയ പാലമായതുകൊണ്ട് കുറച്ച് നേരം എടുക്കും ഇതിങ്ങനെ ചുറ്റിക്കിറങ്ങാൻ. ഇത് മെല്ലെ പോവുള്ളൂ കേട്ടോ. കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് 3-4 മണിക്കൂറുണ്ട്. കുറച്ചേ പോകാനുള്ളെങ്കിലും അത്രയും മണിക്കൂർ ഇതിലിരുന്ന് കാഴ്ച കണ്ടു പോകാം. നിമി അത് ആർക്കൊക്കെ ടാറ്റാട്ടി കൊടുക്കണം. ഏതോ അറിയാത്ത ആൾക്കാരാണ്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നേരെ പോണത് ടണലിൻ്റെ ഉള്ളിലേക്കാണ്. ടണലിൻ്റെ ഉള്ളിലേക്കൊന്നല്ല ഇട്ടത്. ഇത് ഒരു പാറൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോവാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു ഇരുട് പോലെ ഇങ്ങനെ തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലേ ഇതിൻ്റെ അവസ്ഥ അറിയുള്ളൂ ഇത് ടണലൊന്നുമല്ലാന്ന്. അങ്ങനെ നേരെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി അടിയിലേക്ക് വീണ കഴിഞ്ഞ കഥ. പിന്നെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയ കാടുകളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതേപോലത്തെ സ്ഥലത്തേക്ക് പോകണം. നേരത്തെ നമ്മൾ പോയില്ലേ പാറകളൊക്കെ ഉള്ള അതേപോലത്തെ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കയറിയിരിക്കണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ എത്തിക്കണം കേട്ടോ നമ്മൾ. അങ്ങനെ ഞങ്ങളൊക്കെ നേരെ ഇറങ്ങി. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കാലിയാവും. എന്താ വെച്ചാൽ എല്ലാവരും ഇവിടെ ഇറങ്ങി ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇതാട്ടോ അവിടുത്തെ വൈബ്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. നേരെ ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അവിടെ കണ്ടില്ലേ വെള്ളം നിറക്കണ്. അങ്ങനെ എല്ലാവരും കൂടി നടന്ന് ടണലിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നേരെ പോണത്. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ ബാക്ക് ഭാഗം. ഇത് ബാക്ക് ഭാഗമാണ്. നേരെ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ മുമ്പ് ഭാഗം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. ടണലിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടൊക്കെ തന്നെയാണ്. നേരെ പോയാൽ അറിയാം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇങ്ങനെ നോക്കുമ്പം ഇത്തിരി വെളിച്ചം കാണുന്നുണ്ട് ഈ ഒരു മുമ്പ് ഭാഗത്ത് മാത്രം. ഇപ്പോൾ ഉള്ളിലേക്കൊന്ന് പോയി നോക്കട്ടെ നമുക്ക്. കുറേ ആൾക്കാർ ഞങ്ങൾ പോണത് കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളെ മുമ്പിൽ പോയി ചെയ്തിരിക്കണം. അങ്ങനെ ആ ഒരു വളയുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ അതിൻ്റെ ആ അവസാനം വരെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയത് എടുത്തിക്കണ്. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞെടുത്താൽ വെളിച്ചത്തിൻ്റെ കുത്തല കൊണ്ട് എടുക്കാൻ കഴിയില്ല. ഇത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ മുഖമൊന്നും ശരിക്കും കാണുന്നത് പോലും ഇല്ല. അങ്ങനെ കുറേ അറ്റം വെളിച്ചമൊക്കെ വരുന്ന അവിടറ്റം ഞങ്ങൾ പോയി നോക്കി. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. എന്താ വെച്ചാൽ ഈ വീണ്ടും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുമുണ്ട്. പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ടേ. പിന്നെ ട്രെയിൻ വിസിലടിച്ചാൽ നേരെ ഓടിപ്പോയി ട്രെയിനിൽ കയറണം. അപ്പം ട്രാക്കിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വികാതെ നടന്നു പോണ ആ ഒരു സംഭവം ഞങ്ങളിങ്ങനെ അവിടെ നടന്ന് നോക്കിയിരുന്നു. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോവാണ്. ഞാൻ അങ്ങനെ നടക്കും, വീണ്ടും വികും, പിന്നെയും നടക്കും. അങ്ങനെ തന്നെയാണ്. വികാൻ പോയാൽ അപ്പുറത്തെ സ്ഥാനത്തുമ്പക്കും കയറും. ഇത് വെറൈറ്റി ട്രാക്കാണ്. എന്താണെന്നറിയോ? ഇതിൻ്റെ നടുവിൽ കണ്ട സാധനം. അങ്ങനെ ഇപ്പോഴും വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടില്ല. കുറേ വെള്ളം വേണ്ടി വരും. അപ്പം കണ്ട പുകയൊക്കെ പോണ്. എന്ത് പുക പോകണത്. ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറാണ്. വിസിലടിച്ച് ഞങ്ങൾ കയറുമ്പോഴാണ് അവിടെ ഒരാളിരിക്കുന്നത്. ആ ആക്കും ടാറ്റാട്ടിക്കാണ്ട് ഞങ്ങൾ നേരെ ടണലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഇനി അപ്പുറത്തുള്ള അവസ്ഥ എന്താണെന്ന് ടണൽ കഴിഞ്ഞിട്ട് നോക്കാം. വേറെ ഒരു കാര്യമുണ്ട്. ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അപ്പുണ്ടോ കൂക്കൽ കൂന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ആ കൂക്കലാണ്. എൻ്റെ മക്കളെ ഞങ്ങളൊക്കെ ചെറുതായിട്ട് കൂക്കിയൊക്കെ ചെയ്തിരുന്നിട്ടാ. ഞങ്ങൾ കൂക്കണ കണ്ടിട്ട് ഞങ്ങളുടെ മുമ്പിലുള്ളൊരു താത്തണ്ട്. ഏതോ ഭാഷയാണ് അത് പറയുന്നത്. ആ താത്തയും കണ്ടാണ് കൂക്കണത്. അങ്ങനെ ഈ ടണലിതാ വീണ്ടും കഴിഞ്ഞു. ഞങ്ങളിതാ പോവാണ്. അവിടെ കൊണ്ടിട്ട് അടുത്ത ടണലുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. വീണ്ടും ടണൽ. ഇതെന്താ ഇപ്പത്? ഫുള്ള് ടണൽ തന്നെയാണ്. ഇതാണല്ലോ ഇതിൻ്റെ ഒരു വൈബ്. അങ്ങനെ വീണ്ടും
ടണലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. നിങ്ങൾക്ക് ബോറടിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഈ ടണൽ ഇത്തിരി ചെറുതാണ്, അത്ര വളവും ഇല്ലാത്ത ടണലാണ്. നേരെ നോക്കുമ്പോൾ വെളിച്ചം കാണുന്നുണ്ട്. അതാട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഈ ടണലും ഫിനിഷ് ചെയ്തു. അങ്ങനെ വീണ്ടും ടണൽ ഇതാ ബാക്കിൽ നമ്മൾ നോക്കി ചിരിക്കുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ കുത്തൽ നല്ലോണം ഉണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ നീലഗിരി മൗണ്ടെയിൻ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.